എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം ഓണം അടുത്തിന് 2-3 ദിവസം കഴിഞ്ഞ ഓണമാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് വെറൈറ്റി ഓണത്തിന് സദ്യയുടെ കൂടെ വിളമ്പാനായിട്ട് പായസം പല വെറൈറ്റി എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടോ? അടപ്രഥമൻ, പാൽ പായസം, കടലപ്പായസം, കടലപ്രഥമൻ, പരിപ്പ് പായസം, അങ്ങനെ ഒരുപാട് വെറൈറ്റി നമ്മൾ പണ്ട് തൊട്ടേ ചെയ്തു വരുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ നമുക്ക് ഓണത്തിന് വിളമ്പാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള അടിപൊളി നല്ല സ്വാദുള്ളൊരു റിച്ച് ആയിട്ടുള്ളൊരു പായസം റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ജവ്വരി കൊണ്ട് പാലും പഞ്ചസാരയും ആ ഒരു റിച്ച്നെസ് കൂട്ടാനായിട്ട് കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും മാത്രം വെച്ചിട്ട് ഒരു നല്ലൊരു പായസം, അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ജവ്വരി വേവിക്കാനായിട്ട് വെക്കാം. ഇതൊരു 150 ഗ്രാം ജവ്വരി ഉണ്ട്. 1 മണിക്കൂർ മുന്നേ നമ്മൾ വെള്ളത്തിനകത്ത് കുതിർക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ജവ്വരി വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇത് നമുക്ക് പാലിൻ്റെ കൂടെ അരച്ച് നമ്മൾ പായസത്തിനകത്ത് ഒഴിക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഇത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കാം. ബദാമിൻ്റെ തൊലി എടുത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ബദാമും അണ്ടിപ്പരിപ്പും നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അരയ്ക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് ഫോം ആകുന്നത് വരെ അരച്ചെടുക്കുക. ഒരു മിനിമം 2-3 hours നമ്മൾ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ജവ്വരി എന്തായാലും നോക്കാം. ജവ്വരി അധികം സമയം എടുക്കില്ല, ഒരു 15 മിനിറ്റ് 20 മാക്സിമം, അതിനകത്ത് കുക്കാവും. ജവ്വരി നല്ല രീതിയിൽ വെന്തു. ജവ്വരി വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ മാറി മൊത്തം ഒരു ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡിലോട്ടൊക്കെ ആവും. അപ്പോൾ ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നന്നായിട്ട് കുക്കായ ജവ്വരിലോട്ടേക്ക് ഈ തിക്ക് പാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തിളക്കട്ടെ പാല്. കുറച്ച് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എന്തിനാണെന്ന്. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ജവ്വരി, പാല്, പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് തിളപ്പിക്കുകയാണ്. അടച്ചു വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ബദാമും അണ്ടിപ്പരിപ്പും കൂടെ പാല്, നമ്മൾ കുറച്ച് പാല് നേരത്തെ മാറ്റി വെച്ചല്ലോ, ആ പാലുമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ആക്കി സെപ്പറേറ്റ് ആക്കി വെക്കാം. ഒന്ന് കട്ടല്ലാണ്ട് മിക്സ് ആക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്കിതിനകത്തോട്ടേക്ക് നമ്മൾ അരച്ച് വെച്ച് പാലുമായിട്ട് മിക്സ് ആക്കി വെച്ച് ബദാം ആൻഡ് കാഷ്യൂവിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹീറ്റ് നല്ല ലോയിലായിരിക്കണം. ഇനി ഹീറ്റ് ലോയിൽ വെച്ചിട്ട് കുക്ക് ചെയ്താലും മതി. ഇതും കൈയെടുക്കാണ്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നല്ല ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കല്ല എന്നാൽ, പക്ഷേ ഈ പായസം നമ്മൾ പിന്നെയും തിക്കാക്കാൻ വേണ്ടി കുക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തണുക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. അല്ലേ, ഒരു കൊഴുകൊഴുപ്പുണ്ട് എന്നാൽ വെള്ളം പോലെയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇതിൽ നമുക്ക് നിർത്താം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് കുറച്ച് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക, ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഒരു 5 മിനിറ്റ്സ് അടച്ചു വയ്ക്കുക. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുചേർത്ത് ഒഴിക്കാം. കുറച്ച് നെയ്യ് ഒഴിക്കും. കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്.
ഇനി നമുക്ക് മിക്സ് ചെയ്യാനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജവ്വരി പായസം തയ്യാറായി. ഇതൊന്ന് തണുത്തതിന് ശേഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കാം.